ചുക്കുട്ടാ തലശ്ശേരി ബിരിയാണിക്ക് കൊമ്പുണ്ടാ? തലശ്ശേരി ബിരിയാണിന്റെ കൊമ്പ് കാണിച്ചതാ ബാ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്യുക. എന്നിട്ട് ചിക്കനിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിപ്പോൾ ഓൾറെഡി ക്രഷ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഇട്ട് ഒരു 8 തൊട്ട് 10 വിസിൽ വരെ വരുത്തിക്കാം. ഞാനിവിടെ ലഗോൺ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നല്ല വേവ് ഉണ്ടാവും എന്തായാലും. എന്നിട്ട് മസാലക്കായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയിട്ട് നന്നായി സോട്ട് ചെയ്ത് ഓൾറെഡി ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആഡ് ചെയ്ത് തക്കാളി ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് മല്ലിയില, കറിവേപ്പില, പിന്നെ കുറച്ച് ഗരം മസാല, തൈരും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് സോട്ടാക്കി നമ്മളിനി കുക്ക് ചെയ്ത് വെച്ച് ചിക്കനിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിന്റെ സ്റ്റോക്ക് ഒന്നും കളയണ്ട കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതും കൂടി ഇതിൽ നിന്നൊന്നും കൂടി വെന്ത് വരണം, അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് നമ്മൾ ഇച്ചിരി കൂടി മല്ലിച്ചപ്പെല്ലിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുക്കാവാൻ വെക്കാം. ഇനി റൈസ് ആക്കാനായിട്ട് ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് നമ്മൾ റൈസ് ഇട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിലേക്ക് സ്പൈസസും കറിവേപ്പിലും ആഡ് ചെയ്ത് വെള്ളം ഒഴിച്ച് നമുക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഒരു 85% മാത്രമേ ഇത് വെന്ത് വരണ്ട കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ റൈസിലേക്ക് ആഡ് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ കുറച്ച് ചേർത്തിട്ടുണ്ട്, അത് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ബാക്കി നമ്മൾ ഈ റൈസ് വേവിക്കുന്നത് ഈ മസാലേന്റെ മേലെ നാട്ടോ. അപ്പൊ മസാലേന്റെ മേലിലേക്ക് റൈസ് ഇടുക. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയിലേക്ക് ആഡ് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ്സ് നമുക്ക് അതിലേക്ക് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ് ലഗോൺ ബിരിയാണി.